റീ റിലീസുകളുടെ ഒരു പൂക്കാലമാണ്, വസന്തകാലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ അഭിനയിച്ച് ഹിറ്റായതും അല്ലാത്തതുമായ പല സിനിമകളും റീ റിലീസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 4K ഡോൾബി അറ്റ്മോസ് ലെവലിലേക്ക് ആ സിനിമകളുടെയൊക്കെ ക്വാളിറ്റി ഉയർത്തിയതിന് ശേഷം നിലവിലെ നമ്മുടെ പുതിയ തിയേറ്ററുകളിലേക്ക് സിനിമകൾ എത്തുന്നു. ചില സിനിമകളൊക്കെ വൻ വിജയമാവുന്നുണ്ട്, ചില സിനിമകളൊക്കെ അന്നത്തേക്കാൾ വലിയ ഫ്ലോപ്പായി മാറുന്നുമുണ്ട്. ഇതിനിടയ്ക്ക് ജയൻ നായകനായിട്ടുള്ള സിനിമകൾ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഇനിയും ഒരുപാട് സിനിമകൾ അങ്ങനെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പഴയതുമായിട്ടുള്ള സിനിമകളൊക്കെ റീ റിലീസിന് വേണ്ടിയിട്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് കണ്ടപ്പോഴേ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതൊരു ഫാൻ ഫൈറ്റിന് വേണ്ടി കൂടുതൽ റിയാക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ കമൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവരിട്ടൊരു പോസ്റ്റാണ്. പക്ഷേ ആ പോസ്റ്റിന് താഴെ വന്ന ചില ചർച്ചകളുടെയൊക്കെ ഭാഗമായി ഞാനും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇരുന്ന് സംസാരിച്ച സമയത്ത് ഫീൽ ചെയ്ത ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മമ്മൂക്ക ഫാനിനെയോ മോഹൻലാൽ ഫാനിനെയോ ഇത് വേദനിപ്പിച്ചേക്കാം. പക്ഷേ എൻ്റെ ഉദ്ദേശം അതല്ല. ചോട്ടാ മുംബൈ എന്ന സിനിമയ്ക്ക് ചെക്ക് വെക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള ഹിറ്റ് ഒരു ക്ലാസിക് സിനിമ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അമരം റീ റിലീസിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് വാർത്ത. അമരം റീ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് 4K ഡോൾബി അറ്റ്മോസ് നിലവാരത്തിലേക്ക് ഉയർത്തിയതിന് ശേഷം അത് വീണ്ടും തിയേറ്ററുകളിലേക്ക് വരുന്നു എന്ന് പറയുന്നത് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം അമരം എന്ന് പറയുന്നത് മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. 1991 എന്ന് വെച്ചാൽ എനിക്ക് ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് റിലീസായിട്ടുള്ള സിനിമയാണ്. മമ്മൂക്കയുടെ, മുരളിയുടെ, ചിത്രയുടെ, KPS ലളിതയുടെ, ഇവരുടെയൊക്കെ ഗംഭീര പ്രകടനങ്ങൾ, മാധുവിൻ്റെ ഗംഭീര പ്രകടനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആ സിനിമ റീ റിലീസ് ചെയ്ത് വരുമ്പോൾ 4K ഡോൾബി അറ്റ്മോസിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രിൻറ്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. എങ്കിൽ പോലും അതിൽ ഒരുപാട് ഡീറ്റെയിലിംഗ് കൂടി വരുമ്പോഴേ ഇവർ അന്നത്തെ കോസ്റ്റ്യൂംസിലും മേക്കപ്പിലും ഒക്കെ ശ്രദ്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രിൻറ്റുകളിലൊന്നും നമുക്കത് അത്രയും ഫീൽ ചെയ്യില്ല. ഇപ്പോൾ സ്ഫടികം റീ റിലീസ് ചെയ്ത് കാണുന്ന സമയത്ത് എനിക്കത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം തിലകൻ സാറിൻ്റെ, രാജൻ ബി ദേവിൻ്റെ, അല്ലെങ്കിൽ ആ സിനിമയിൽ വന്നു പോയിട്ടുള്ള അഭിനേതാക്കളുടെ ഒക്കെ അവരുടെ മുഖത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരെ നമുക്കത് കാണാൻ പറ്റുക എന്ന് പറയുന്നത്, എക്സ്പ്രഷൻസൊക്കെ അതൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസാണ്. ലോഹിതദാസ് തിരക്കഥ ഒരുക്കി ഭരതൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് അമരം. ഭരതൻ ടച്ച് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഭരതൻ്റെ ഫ്രെയിംസ് എന്നൊക്കെ പറയുന്നത് അത് വേറെ ലെവലാണ്. അത് ഇപ്പോഴും ആ പഴയ പ്രിൻ്റ് എടുത്ത് കാണുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ചുമ്മാ നോക്കിയാൽ മതി. ഒരു സീനിൽ മാധു, ചിത്ര തുടങ്ങിയിട്ടുള്ള ആളുകൾ പുറകിലുള്ള ഒരു കുടിലിരിക്കുകയാണ്. ഫ്രണ്ടിൽ ഒരു വല ഇങ്ങനെ അതിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ ക്യാരക്ടറിനെയും കാണും. ആ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ, വല ഇങ്ങനെ ചരിഞ്ഞ് വന്നിട്ട് ഇവിടെ ഇപ്പുറത്തെ ആളുകളുണ്ട്, ഭയങ്കര രസമാണ്. അതൊക്കെ ഇപ്പോൾ ഒരു നല്ല ഹൈ ക്വാളിറ്റിയിലൊരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുത്ത് വാൾപേപ്പർ അടിച്ചിടാം. അത്രയും രസമായിട്ടാണ് അതിൻ്റെ വിഷ്വൽസ് ചെയ്തിട്ടുള്ളത്. മധു അമ്പാട്ടിൻ്റെ ക്യാമറയാണ്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. പിന്നെ ഈ സിനിമ റീ റിലീസ് ചെയ്ത് വരുമ്പോൾ എനിക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഫീൽ ചെയ്തത് അശോകൻ എന്ന് പറയുന്ന അഭിനയ പ്രതിഭയെ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ വാഴ്ത്തും എന്നെനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മിമിക്രിക്കാരെ അനുകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വേഷമാണ് ഈ അമരത്തിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം. അത് മിക്കവാറും ഒരു തലയെക്കെട്ടോ അല്ലെങ്കിൽ കഴുത്തിൽ കർച്ചീഫ് ഇങ്ങനെ കെട്ടിയിട്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഷോട്ട് മാത്രമാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ആ ക്യാരക്ടറിന് ആസ് എ പെർഫോമർ അയാൾ കൊടുത്തിട്ടുള്ളൊരു ഡെപ്ത് ഉണ്ട്, അത് ഭയങ്കര രസമാണ്. നിങ്ങൾ സിനിമ ഒരിക്കൽ കൂടി കണ്ടു നോക്കും. നമ്മൾ ഉറപ്പായിട്ടും അമരത്തിൻ്റെ ഒരു റീവാച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. ഗംഭീര പ്രകടനമാണ് പുള്ളി അതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ മമ്മൂക്കയും സ്രാവും ഈ പുള്ളിയും മാത്രമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്ത് രസമായിട്ടാണ് അയാൾ ആ ക്യാരക്ടറിന് ഡെലിവർ ചെയ്തിരിക്കുന്നത്. അത് ഈ മിമിക്രിക്കാർ കുറച്ച് ആംപ്ലിഫൈ ചെയ്ത്, അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ മിമിക്രി എന്ന് പറയുന്നത് ഒരാളെ അതുപോലെ കാണിക്കുകയല്ല, കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് കയ്യിൽ നിന്നിടുകയൊക്കെ ചെയ്യും. ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യണ്ടേ, അതിനൊരു കാരിക്കേച്ചർ സ്വഭാവമാണുള്ളത്. പക്ഷേ നമ്മൾ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് മിമിക്രിക്കാർ ചെയ്യുന്നതായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ചിത്രയൊക്കെ ഞാനിപ്പോൾ ജസ്റ്റ് യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയപ്പോൾ ചിത്രയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അവർ എത്ര രസമായിട്ടാണ് ഭരതൻ്റെ കണ്ണിലൂടെ നമ്മൾ കാണുന്ന നായകന്മാരൊക്കെ വൻ സുന്ദരന്മാരും സുന്ദരികളുമാണ്. എത്ര രസമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. രവീന്ദ്ര മാസ്റ്ററുടെ പാട്ടുകളാണ്, ജോൺസൺ മാഷിൻ്റെ സംഗീതമാണ്, എന്തൊക്കെയാണ് ഈ മനുഷ്യന്മാർ കാണിച്ചു വെച്ചിരിക്കുന്നത്. സൂപ്പർ ഹിറ്റ് പാട്ടുകൾ, ഗംഭീര ഇമോഷണൽ സീക്വൻസുകൾ. പിന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നല്ലൊരു വിഷ്വൽ ക്വാളിറ്റിയിലേക്ക് ഇവർ ഇതിനെ അപ്സ്കെയിൽ ചെയ്യുമ്പോൾ കടലിൽ വെച്ചിട്ടുള്ള കുറച്ച് ഷോട്ട്സ് ഉണ്ട്. ഈ സ്രാവിനെ പിടിക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് മമ്മൂക്ക ഒരു പ്രാവശ്യം പിടിക്കുന്നുണ്ട്, അശോകൻ പിന്നീട് സ്രാവിനെ പിടിക്കാൻ പോകുന്നുണ്ട്. അന്നൊക്കെ അവർ ചെയ്തിട്ടുള്ള ആ ഒരു എഫക്റ്റിനെ ഇന്ന് തിയേറ്ററിൽ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട്. ഈ സിനിമയുടെ ഇപ്പോൾ കലാസംവിധാനം ചെയ്തിട്ടുള്ള സാബു, വസ്ത്രാലങ്കാരം ചെയ്തിട്ടുള്ള ദ്വരെ, ഇവരുടെയൊക്കെ ആ ഹാർഡ് വർക്കിനെ, അവരുടെയൊക്കെ ആ എഫേർട്ടിനെ, ഭരതൻ ഒരുക്കിയിട്ടുള്ള ഓരോ രംഗങ്ങളെയും ഒക്കെ
അതിൻ്റെ ഏറ്റവും മിഴിവാർന്ന രീതിയിൽ റിലീസ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഒരു സിനിമാ സ്നേഹി എന്ന നിലയിൽ. പിന്നെ ഇത്തരം സിനിമകൾ നമ്മൾ റീസ്റ്റോർ ചെയ്യണം, അതിൻ്റെ ഭാവി തലമുറ കാണാനെടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും രസകരമായ രീതിയിൽ അത് കാണാൻ പറ്റുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മളിത് റീസ്റ്റോർ ചെയ്ത് വെക്കണം എന്നൊക്കെയുള്ള കുറേ ആശയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഗംഭീര പരിപാടിയാണ്. അമരം റിലീസ് ചെയ്യുക അല്ലെങ്കിൽ 4K ഡോൾബി അറ്റ്മോസിലേക്ക് അത് മാറ്റുക എന്ന് പറയുന്നത് ഒരു ഗംഭീര ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തിയേറ്ററിലെ വിജയം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ റിലീസ് എന്ന് പറയുന്നത് ഫാൻസുകാർ അവരുടെ ഒരു വലിയ ഫൈറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്. ലാലേട്ടൻ്റെ എത്ര റിലീസ് പടങ്ങൾ ഹിറ്റാവുന്നു, മമ്മൂക്കയുടെ എത്ര റിലീസ് പടങ്ങൾ ഹിറ്റാവുന്നു, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എണ്ണം വെച്ച് പറയുകയാണ്. അപ്പോൾ ഈ സൂപ്പർ ഹിറ്റ് ആവാൻ റിലീസിൽ സൂപ്പർ ഹിറ്റ് ആവാൻ പറ്റുന്ന സിനിമകൾ ലാലേട്ടനാണോ മമ്മൂക്കയ്ക്കാണോ കൂടുതലുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെ ഇതേപോലെ 4K ഡോൾബി അറ്റ്മോസ് നിലവാരത്തിലേക്ക് ഉയർത്തണം എന്നെനിക്ക് ഫീൽ ചെയ്യുന്ന സിനിമകൾ സൂര്യമാനസമുണ്ട്, മതിലുകളുണ്ട്, തനിയാവർത്തനമുണ്ട്, വേറെ ഒരു വലിയ ലിസ്റ്റ് തന്നെ പറയാനുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ സംരക്ഷിച്ച് വെക്കണം. അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെയും സിനിമകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നും ഇദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഗംഭീര സിനിമകൾ ഇതൊക്കെയാണ് എന്ന് കാണിച്ചു കൊടുക്കാനും നമ്മൾ ഏറ്റവും ഹൈ ക്വാളിറ്റിയിലേക്ക് അതിനെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. പക്ഷേ തിയേറ്ററിലെ വിജയം എന്ന് പറയുന്നൊരു കാറ്റഗറിയിലേക്ക് വരും. ഇപ്പോൾ ചോട്ടാ മുംബൈക്ക് ചെക്ക് വെക്കാനുള്ള രീതിയിലാണ് അവർ ആ പോസ്റ്റർ അടിച്ചിരിക്കുന്നത്. അതിനൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫാൻ ഫൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ പോസ്റ്റാണ്. അപ്പോൾ പോലും ഇപ്പോൾ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ നമ്മൾ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ റിലീസിന് വന്നതിന് ശേഷം വളരെയധികം ഹിറ്റായി മാറിയ സിനിമകൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞാനിപ്പോൾ വിജയുടെ അടക്കം മറ്റ് പല ഭാഷകളിലും റിലീസ് ചെയ്യുന്ന സിനിമകൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, വളരെ യങ് ആയിട്ടുള്ള ഒരു ക്രൗഡാണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നത്. അതായത് ഈ പെർട്ടിക്കുലർ സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാതിരുന്ന ആളുകളാണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നത്. അവരുടെ സെലിബ്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ പാട്ടുകൾ വരുമ്പോൾ ഇറങ്ങി ഡാൻസ് കളിക്കുക, അതിൻ്റെ റീലുകൾ എടുക്കുക, അതിൻ്റെ ഓരോ വീഡിയോ കഷ്ണങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്യുക, കൂട്ടുകാരുമായി ഒരുമിച്ച് വന്ന് എൻജോയ് ചെയ്യുക. അതായത് നമ്മുടെ നാട്ടിൽ ഒരു നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം വൈകുന്നേരങ്ങളിൽ അടിച്ചു പൊളിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു അതിന് വേണ്ടിയിട്ടുള്ള സ്പേസസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ചാണുള്ളത്. സുഹൃത്തുക്കളോടൊപ്പം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ കുറച്ച് കാശുകൾ വേണ്ട. അതേസമയം ഇപ്പോൾ ചോട്ടാ മുംബൈ പോലൊരു സിനിമ റിലീസിന് വരുന്നു, അതിൽ തട്ടുപൊളിപ്പം പാട്ടുകളുണ്ട്, ഇന്ന് നമ്മളെ ഇറങ്ങി ഡാൻസ് കളിപ്പിക്കാൻ പറ്റുന്ന പാട്ടുകളുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. മാത്രമല്ല ഇതിലൊക്കെ ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ടായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ റിലീസിന് കൂടുതൽ തിയേറ്ററിൽ എത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അല്ലാത്ത സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അവിടെയും ചില എലമെൻറ്റുകൾ വർക്ക് ആവുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, നല്ല പാട്ടുകളും ഹ്യൂമറും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ സമയമൊക്കെ തിയേറ്ററിലിരിക്കുന്നത് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി, അതായത് പാട്ടുകൾ വന്നാൽ ഇറങ്ങി ഡാൻസ് കളിക്കാനുള്ള വകുപ്പുണ്ടാവണം, അങ്ങനെ ഡാൻസ് കളിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ ഹ്യൂമർ നല്ലോണം വർക്കാവണം. രണ്ടാമത്തൊരു കാര്യം, വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഇമോഷൻസ്, ഡയലോഗ്സ്, ഇതൊക്കെയുള്ള സിനിമകൾ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ചോട്ടാ മുംബൈയുടെ തന്നെ ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ഓരോ ഡയലോഗുകളും ആളുകളെ ഏറ്റു പറയുക, അല്ലെങ്കിൽ ഡയലോഗ് വന്നിട്ട് ചിരിക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ സ്പടികം സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും ഹിറ്റായിട്ടുള്ള ആടുതോമ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്, അയാളുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് അയാൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ഹ്യൂമർ അല്ല എങ്കിൽ പിന്നെ അവിടെ നല്ലോണം വർക്കാവേണ്ട ഒന്ന് ഹൊററാണ് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ പേടിച്ചിരുന്ന് കാണുക, അല്ലെങ്കിൽ അന്ന് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇന്നും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുക. പിന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റീൽ അടിച്ചിടാനുള്ള സാധനമുണ്ടോ എന്നുള്ളതാണ്. അതിപ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഹ്യൂമർ സാധനങ്ങളാണെങ്കിലും, ഇപ്പോൾ മമ്മൂക്കയുടെ ചട്ടമ്പി നാട് റിലീസ് ആവുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള റിലീസ് ആയാൽ ആൾ കൂടുതൽ കയറി കാണാൻ സാധ്യതയുള്ള സിനിമകളിൽ ഒന്ന് എനിക്ക് ചട്ടമ്പി നാടാണ് ഫീൽ ചെയ്യുന്നത്. അതിലിപ്പോൾ ദശമൂലം ദാമു എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. അതിൽ സുരാജേട്ടൻ്റെ എക്സ്പ്രഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു റീല് എടുത്ത് ആ സമയത്ത് ഓഡിയൻസിൻ്റെ ചിരിയും കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ വരുമ്പോൾ അത് സ്ക്രീൻ നിറഞ്ഞാൽ വരുന്നത്, ആ സമയത്ത് സ്ക്രീനിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിന്ന് സെൽഫി ക്യാമറ ഓൺ ചെയ്തിട്ട് ദാമുവിൻ്റെ കൂടെ ഒന്ന് സെൽഫി എടുക്കുന്ന പോലത്തെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ വന്നു കഴിയുമ്പോൾ ആളുകൾ അതിന് വേണ്ടി കയറും. ഈ ചോട്ടാ മുംബൈ സിനിമ റിലീസായ സമയത്ത് റിലീസായ സമയത്ത് ഒരു തിയേറ്ററിലെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ അടുത്ത് കുറച്ച് ഫാമിലീസ് സിനിമ കാണാൻ വരുന്നുണ്ട്. പരിചയമുള്ളവരോട് ചോദിച്ചപ്പോൾ ആ ഫാമിലിയിൽ ഉള്ള ആളുകൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ആളുകളൊക്കെ ഇറങ്ങി ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ പോസ്റ്റ് കാണുകയും ചെയ്തു. അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് അറിയാനുള്ള കൗതുകമുണ്ട്. സിനിമ കാണാൻ എൻജോയ് ചെയ്യുക എന്നുള്ളത് ഒരു പാർട്ടുണ്ട്, പക്ഷേ തിയേറ്ററിൽ വരുന്ന മറ്റുള്ളവർ ചെയ്യുന്ന പരിപാടികളൊക്കെ അത് കണ്ട് എൻജോയ് ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിനും കൂടിയാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോയത്. അപ്പോൾ അത്തരം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് ഇറങ്ങി വന്ന് ഡാൻസ് കളിപ്പിക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യിപ്പിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ എലമെൻറ്റുകൾ കൂടി ഉണ്ടാകുമ്പോഴാണ് റിലീസ് സിനിമകൾ വലിയൊരു സക്സസ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ആംഗിളിൽ നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അന്ന് സിനിമ ഉണ്ടാക്കാനെടുത്ത ചിലവിൻ്റെ 1/3 4/1 ഒക്കെ മതി ഇത് 4K അറ്റ്മോസ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട്. തരക്കേടില്ലാത്ത രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ അന്ന് കിട്ടിയതിന് ഏകദേശം ഈക്വലൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ കളക്ഷനും വന്നേക്കാം. എന്തായാലും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന, ആഘോഷിക്കാൻ പറ്റുന്ന സിനിമകൾ മമ്മൂക്കയുടെ ലിസ്റ്റിൽ ഇല്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാൻ തോന്നുന്ന ചില പേരുകളുണ്ട്. അതിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ പലരായി സജസ്റ്റ് ചെയ്ത് കണ്ട ചില പേരുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത്. കോട്ടയം കുഞ്ഞച്ചൻ
അങ്ങോട്ട് ഇറക്കി വിട് സാറേ എന്ന് പറയുന്ന ഒരു കമൻറ്റ് കുറേ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര രസമാണ്. അതിൽ ഉപ്പുകണ്ട ബ്രദേഴ്സ് സുകുമാരൻ ചെയ്തിട്ടുള്ള വേഷം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അവർ വന്നു പോകുന്ന അത്രയും സമയം KPS ലളിത, അവരുടെ പെർഫോമൻസ്, കുഞ്ചൻ, ബാബു ആൻ്റണി, കുറേ എലമെൻറ്റ്സ് ഉണ്ട് നമ്മളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ കാണുന്ന സമയത്ത് വളരെ ഒരു രസം തോന്നുന്ന രീതിയിലേക്ക് എത്താൻ. പക്ഷേ ഒരു പൊട്ടിച്ചിരിയുടെ എലമെൻറ്റിലേക്ക് മാറുകയോ അതുപോലെ തന്നെ ഈ തിയേറ്ററിൽ എത്തിയിരിക്കുന്ന ക്രൗഡിനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഭയങ്കര ആക്ടിവിറ്റിയിലേക്ക് മാറാൻ, ഇപ്പോൾ പറഞ്ഞ ഡാൻസ് കളിക്കുകയോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് അയ്യോ നമ്മൾ എൻജോയ് ചെയ്തു എന്നൊക്കെ പറയാൻ തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടിയിലേക്ക് എത്തിക്കാൻ കോട്ടയം കുഞ്ഞച്ചന് കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഫീൽ ചെയ്യുന്നില്ല. ഹിറ്റ്ലർ ഒരുപാട് ചിരിക്കാനുള്ള സിനിമയാണ്, നമ്മളിൽ ഒരുപാട് ആളുകൾ റീവാച്ച് ചെയ്തിട്ടുള്ള ഇഷ്ടമുള്ളൊരു രസമുള്ളൊരു പടമാണ്. പക്ഷേ അവിടെയും ഈ പറയുന്ന കിതച്ചത്തും കാറ്റ് എന്ന് പറയുന്ന പാട്ടിൻ്റെ കുറച്ച് റീലുകൾ വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് കണ്ടവരെല്ലാവരും എടാ അത് പോയി കാണണം കേട്ടോ, ഭയങ്കര രസം അവിടുത്തെ പരിപാടികൾ എന്ന് പറയാൻ തോന്നുന്ന എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. സാമ്രാജ്യം മമ്മൂക്കയുടെ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു പടമായിട്ടൊക്കെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ്. പക്ഷേ അതും തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ക്രൗഡിനെ അങ്ങോട്ട് എത്തിക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. ജോണി വാക്കർ തീർച്ചയായും ഒരു ഗംഭീര പടമാണ്. അതിലെ പാട്ട് വരുമ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ആളുകൾ ഇറങ്ങും, അതൊരു രസമുള്ള പരിപാടിയാണ്. പക്ഷേ അപ്പോൾ പോലും ബാക്കി സിനിമ നമ്മളെ അങ്ങനെ പിടിച്ചിരുത്താൻ പറ്റുന്ന, അതായത് തിയേറ്ററിൽ വന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി, ഞാൻ പറയുന്നത് ഈ സിനിമകളൊന്നും മോശമാണെന്നല്ല, ഇതിലൊക്കെ ഗംഭീരമായ സീക്വൻസുകളുണ്ട്, നമ്മൾ ഇരുന്ന് കാണും, യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് കാണും. പക്ഷേ പൈസ മുടക്കി തിയേറ്ററിൽ പോയി എന്തെങ്കിലും എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നു എന്ന് പറയുന്ന ആ ഒരു അഭിപ്രായ രൂപീകരണത്തിന് ജോണി വാക്കറിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഉറപ്പില്ല. ന്യൂഡൽഹിയും നായർ സാബും മൃഗയും ഒക്കെ ഗംഭീര പടങ്ങളാണ്. പക്ഷേ ആ ഒരു സെലിബ്രേഷൻ ഫാക്ടറിലേക്ക് വരുമ്പോൾ ദ കിങ് ഒരു സാധ്യതയുള്ള സിനിമയാണ്. പക്ഷേ അവിടെ പോലും ഈ ഡയലോഗുകൾ കേൾക്കുക, കൈയടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആളുകൾക്ക് ഇൻവോൾവ് ആയിട്ട് ഒന്നും ചെയ്യാനില്ല. അതിപ്പോൾ ആ ഒരു ഫീലിലിരുന്ന് കാണുക എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിൽ കാണാം. പക്ഷേ തിയേറ്ററിൽ പോയി ഞാനും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്ന അങ്ങനെ ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്ന ഓഡിയൻസിന് ഗംഭീര ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കൗരവരും ധ്രുവവും ഒക്കെ ഇതേപോലെ 4K ഡോൾബി അറ്റ്മോസിൽ ആക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കത് നല്ല ഹൈ ക്വാളിറ്റിയിൽ കാണണമെന്നുണ്ട്. പക്ഷേ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ക്രൗഡിനെ കൊണ്ടുവരാൻ പറ്റുന്ന സിനിമകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത്ര അഭിപ്രായമില്ല. തുറുപ്പുകുല്ലാനും മായാവി ചോട്ടാ മുംബൈയേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയാണെന്ന് ഞാൻ കേട്ടു. പക്ഷേ ഇന്ന് തിയേറ്ററിലേക്ക് ഞാൻ എൻ്റെ സ്കൂൾ കോളേജ് സമയത്ത് കണ്ട സിനിമകളിൽ ഒന്നാണ് മായാവി. എനിക്ക് അന്നേരം ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ നമ്മൾ ഈ പറയുന്ന സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കൾട്ട് പരിപാടിയൊക്കെ ആയിട്ട് മാറിയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഇറങ്ങി ഡാൻസ് കളിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളോ അങ്ങനെ ഉള്ള സംഭവങ്ങൾ മായാവിയിൽ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. തുറുപ്പുകുല്ലാനിലേക്ക് വരുമ്പോഴും സിമിലർ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ ചട്ടമ്പിനാട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അത്യാവശ്യം ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ദശമൂലം ദാമു എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ ഉണ്ട്. പിന്നെ മമ്മൂക്കയുടെ ഡയലോഗുകളുണ്ട്. അന്ത കാലത്ത് അതിലെ ഡയലോഗുകളൊക്കെ ആ സമയത്ത് ഹിറ്റായിരുന്നു. ഇപ്പോൾ പത്രത്തിലൊക്കെ ആണെങ്കിലും ഞാനത് തിയേറ്ററിൽ ആ സമയത്ത് കണ്ടിട്ടില്ല. പക്ഷേ പത്രങ്ങളിലൊക്കെ ആണെങ്കിലും അതിലത്തെ ഡയലോഗുകൾ, നായിൻ്റെ പട്ടിമോനെ എന്നൊക്കെ പറയുന്ന ഡയലോഗും കാര്യങ്ങളും അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫഹദിൻ്റെ ആവേശമൊക്കെ വന്നതിന് ശേഷം ഈ ഒരു സിനിമയും ക്യാരക്ടറൊക്കെ വരുമ്പോൾ അത് കുറേയും കൂടി ആളുകൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആ സിനിമയിലും ഈ പറയുന്ന പ്രതികാര പരിപാടികളിലേക്കും പാസ്റ്റിലേക്കും ഒക്കെ പോകുമ്പോഴുള്ള കുറച്ചൊരു ഡൾ എലമെൻ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് ഈ സിനിമ രണ്ടാമത് തിയേറ്ററിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഓഡിയൻസിന് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്, സിനിമ എങ്ങനെയാണ് എന്നുള്ളതല്ല, അല്ലെങ്കിൽ സിനിമയുടെ റിവ്യൂ എന്നുള്ള രീതിയിലല്ല. പക്ഷേ സെലിബ്രേറ്റ് ചെയ്യപ്പെടാനുള്ളതൊക്കെ ചട്ടമ്പിനാടിലുണ്ട്. അതുപോലെ തന്നെ ഒരു സിനിമയാണ് തൊമ്മനും മക്കളും. ഞാൻ തിയേറ്ററിൽ പോയി ഞങ്ങൾ ഫാമിലിയായിട്ട് കണ്ട, പ്രണയവർണ്ണങ്ങൾക്ക് ശേഷം ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന സിനിമയാണ് തൊമ്മനും മക്കളും. അന്ന് ഞങ്ങൾ ഒരുപാട് സെലിബ്രേറ്റ്, ഞങ്ങൾ ഒരുപാട് ചിരിച്ച് രസമായിട്ടിരുന്ന് കണ്ട. അതിനകത്ത് രാജാക്കണ്ണ് എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. പിന്നെ ഇവർ 3 പേരും മമ്മൂക്കയും ലാലും രാജംബി ദേവും ഒക്കെ ചേർന്ന് അഴിഞ്ഞാടുകയായിരുന്നു. രാജംബി ദേവിനെയൊക്കെ അയ്യോ അങ്ങേര് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഹ്യൂമറുണ്ട്. അതുപോലെ തന്നെ അതിലെ പാട്ടുകളും നമ്മളൊരു തിയേറ്ററിൽ അത്യാവശ്യം നല്ല സൗണ്ട് സിസ്റ്റത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തോന്നുന്ന, നമ്മളെ കൊണ്ട് വേണമെങ്കിൽ 2 സ്റ്റെപ്പ് വെപ്പിക്കാനൊക്കെ പറ്റുന്ന പാട്ടുകളാണ് ആ സിനിമയിലുള്ളത്. ആ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ തൊമ്മനും മക്കളും കുറച്ചും കൂടി ഒരു സാധ്യതയുള്ള സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. അടുത്തത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇതിലെ പാട്ടുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ, പക്ഷേ ഡയലോഗും പിന്നെ അത് വിഷ്വലി ചെയ്തു വെച്ചിരിക്കുന്നത് മമ്മൂക്കേനെ ആ ഒരു സ്റ്റൈലിൽ കാണുക എന്നുള്ളതും. സിനിമയുടെ പേര് ബ്ലാക്കിലെ ഡയലോഗുകൾ, ലാൽ അത് ചെയ്തു വെച്ചിരിക്കുന്നത്, അതായത് ആ സിനിമയിൽ നമ്മൾ മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല, റഹ്മാൻ, ലാല്, പിന്നെ കുറേ ഗുണ്ടാ സെറ്റപ്പുകളൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ പേരുകളും, പിന്നെ അന്നത്തെ ആ ഡയലോഗുകൾ അന്നത് എത്രത്തോളം തിയേറ്ററിൽ സ്വീകരിക്കപ്പെട്ടു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇന്ന് ആ ഡയലോഗുകളൊക്കെ ആൾക്കാർ ഒരു രസത്തിനൊക്കെ അങ്ങനെ കാണുന്ന അങ്ങനെ ഒരു സിനിമയായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി, നേരത്തെ നമ്മൾ പറഞ്ഞ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തിയേറ്ററിലേക്ക് ആളെ കയറ്റുക എന്ന് പറയുന്നൊരു ധർമ്മം ബ്ലാക്കിന് നിർവഹിക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ക്രൗഡ് തന്നെയുണ്ട്. അടുത്ത 2 സിനിമകളാണ് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് റിലീസ് ചെയ്യും എന്ന് പറയാൻ തോന്നുന്നത്. അതിൽ ഫസ്റ്റ് പടം ബിഗ് ബി ആണ്. ബിഗ് ബി ഒന്ന്
4K ഡോൾബി അറ്റ്മോസിൽ കാണണം. എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ട, എനിക്ക് ചിരിക്കണ്ട, എനിക്കൊന്നും വേണ്ട. ബിഗ് ബി എനിക്കൊന്ന് വലിയ സ്ക്രീനിൽ കാണണം. അത് 4K അറ്റ്മോസിൽ നമ്മുടെ മമ്മൂക്കേനെ ഇങ്ങനെ സ്ക്രീനിൽ കാണുമെന്ന് പറയുന്നത് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ആൻഡ് അതിനൊരു വലിയ ഫാൻ ബേസ് ഉണ്ട്. മലയാള സിനിമയിൽ ബിഗ് ബിക്ക് മുമ്പും ശേഷവും എന്നൊക്കെ പറയാവുന്ന അത്രയും ഇമ്പാക്റ്റ് ആ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു അവതാരപ്രവി എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അതിൽ ബിലാൽ വരുന്നത്. ബിലാലിൻ്റെ സെക്കൻഡ് പാർട്ടിന് അത്രയധികം ആളുകൾ കാത്തിരിക്കുന്നത് ബിഗ് ബി ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടാണ്. ആ സമയത്ത് തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഇതിൻ്റെ DVD ഒക്കെ വന്നതിന് ശേഷം ഇത് ആവർത്തിച്ച് കണ്ടതിന് കയ്യും കണക്കില്ല. അത്രയും ഇഷ്ടമായിരുന്നു. അതിൽ മമ്മൂക്ക ചുമ്മാ സ്ലോ മോഷനിൽ നടന്നു പോകുന്നത് വെറുതെ കണ്ടുകൊണ്ടിരിക്കും. അതൊരു ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അതുപോലെ തന്നെ അതിലെ പാട്ടുകളും നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ്, രസമായിട്ടിരുന്ന് കേൾക്കാനുള്ളതാണ്. പിന്നെ അത് വിഷ്വലി കാണാനുണ്ട്. തിയേറ്ററിൽ പോയി ഇരുന്ന് കാണാനുള്ള, വലിയൊരു സ്ക്രീനിൽ കാണാനുള്ളത് ബിഗ് ബി ഉണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്തതാണ് റിലീസിങ്ങിലെ സെലിബ്രേഷനായി മാറാൻ പോകുന്ന പടം. അത് രാജമാണിക്യമാണ്. രാജമാണിക്യം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നടാവേ അടിപൊളിയായിരിക്കും. എന്ന് വെച്ചാൽ അടിപൊളി പാട്ടുകളുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ഹ്യൂമർ പരിപാടികളുണ്ട്. ആ തിരുവനന്തപുരം ഭാഷയും പിന്നെ മമ്മൂക്കയുടെ ഒരു സ്റ്റൈലും എല്ലാം കൊണ്ട്. അതായത് രാജമാണിക്യത്തിൻ്റെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാജമാണിക്യത്തിൻ്റെ ഷൂട്ട് പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നമ്മളോരോ ഈ വാർത്തയുടെ ഇടയിൽ വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്ന ഒരു പോത്ത് കച്ചവടക്കാരനായിട്ടാണ് മമ്മൂക്ക അഭിനയിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ എന്ത് സംഭവിക്കാനാണ്. പക്ഷേ പടം ഇറങ്ങിയതിന് ശേഷം ഞാൻ ആ സമയത്ത് +2 പഠിക്കണമെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പടം കണ്ടിട്ടില്ല, പക്ഷേ ഇതിൽ കുറച്ച് ഡയലോഗുകളും പാട്ടുകളും ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതുപോലും നമ്മളെ അത്രയും ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ +2 വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ ജൂനിയേഴ്സിനൊക്കെ സ്വീകരിക്കുന്ന പരിപാടി എന്താ, ഞങ്ങൾ കുറേ പേര് കറുത്ത മുണ്ടും ജുബയും അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് ശരിക്കും രാജമാണിക്യം സ്റ്റൈലിലാണെന്ന് ഇറങ്ങിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, രാജമാണിക്യം 4K അറ്റ്മോസ്ഫിയർ റിലീസായി, തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന മമ്മൂക്ക ഫാൻസും ഉണ്ടാവും, മോഹൻലാൽ ഫാൻസും ഉണ്ടാവും. ഇതെന്താണെന്നറിയോ, ഇങ്ങനെ റിലീസ് വരുമ്പോൾ വിജയപരാജയങ്ങളെക്കുറിച്ച് ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബഹളം വെക്കുമായിരിക്കും. പക്ഷേ ഈ സിനിമയെ എൻജോയ് ചെയ്യാൻ വേണ്ടി തിയേറ്ററിൽ പോകുന്ന ആൾക്കാരില്ലേ, അതിൽ ഈ പറയുന്ന ഫാൻ പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ ചോട്ടാ മുംബൈ കാണാൻ പോയ മമ്മൂട്ടി ഫാൻസിനെ എനിക്കറിയാം, അവരവിടെ നിന്ന് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. അത് സിനിമ തിയേറ്ററിൽ തരുന്നൊരു സാധനമാണ്. ഈ ഫാൻ ഫൈറ്റ് സാധനങ്ങളൊക്കെ അതിനപ്പുറം നമ്മൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ ഉള്ള സാധനമാണ്. പക്ഷേ തിയേറ്ററിനകത്ത് നമ്മളെല്ലാവരും ഈ സിനിമ എൻജോയ് ചെയ്യാനുള്ളതാണെങ്കിൽ അത് എൻജോയ് ചെയ്യുന്നവർ തന്നെയാണ്. അങ്ങനെ രാജമാണിക്യം കണ്ട് പുറത്തിറങ്ങുന്ന എല്ലാവരും കുറച്ച് തിരുവനന്തപുരം ഭാഷയിൽ എന്തെങ്കിലും ഡയലോഗൊക്കെ പറഞ്ഞ് ശരിക്കും തിയേറ്ററിൽ ഡാൻസ് കളിച്ചും ഒക്കെ വേറൊരു മൂഡിൽ വേറൊരു വൈബിൽ ഇറങ്ങി വരുന്ന ആലോചിക്കുക. എനിക്ക് തോന്നുന്നു തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത് ഇറക്കി വിടേണ്ട മമ്മൂക്ക ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് മുന്നിൽ വെക്കാനുള്ളത് രാജമാണിക്യമാണെന്നാണ്. കാരണം അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ വർക്കാവുന്നുണ്ട്. അതിനൊരു വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇപ്പം റിലീസിൽ എന്തുകൊണ്ട് സിനിമകൾ ഹിറ്റാവുന്നു അല്ലെങ്കിൽ ചില സിനിമകൾ പ്രത്യേകം വർക്കാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില കോമൺ ഫാക്ടേഴ്സ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ അമരം തന്നെ ആയിരിക്കും റിലീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടാൻ പോകുന്നൊരു പടം, നമുക്ക് പറയാൻ പറ്റില്ല. ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. റിലീസിങ്ങിന് തിയേറ്ററിൽ ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന സിനിമകളോടൊപ്പം തന്നെ ഒരു മലയാളി ചലച്ചിത്ര പ്രേക്ഷകൻ എന്ന നിലയിൽ അഭിമാനത്തോടെ നോക്കി കാണുന്ന സിനിമകളുമുണ്ട്. റിലീസ് ചെയ്തിട്ട് കോടികളൊന്നും മേടിക്കണമെന്നില്ല. പക്ഷേ നാളെ നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഒരു സിനിമ മലയാളത്തിൽ ഇങ്ങനെയുള്ള കുറേ സിനിമ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞെടുത്ത് കാണിച്ചു കൊടുക്കാൻ ഈ സിനിമകളുടെയൊക്കെ ഏറ്റവും നല്ല പ്രിൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിലൊരു വലിയ സന്തോഷവും അഭിമാനവും ഉണ്ടാവും. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.